ഹലോ ഗൈസ്, നമുക്കിന്നൊരു അക്വാ ഫെസ്റ്റ് കാണാനായിട്ട് പോകാം. ഇത് നടക്കുന്നത് എറണാകുളത്തപ്പം ഗ്രൗണ്ടിലാണ്. അച്ഛനും മോനും കൂടി നേരെ കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്ത് 100 രൂപയാണ് ടിക്കറ്റിൻ്റെ വില. 100 രൂപയ്ക്ക് ഇത് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് ഞാൻ പറയും. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. എന്നെപ്പോലും നോക്കാതെ അച്ഛനും മോനും കൂടി പോണ പോക്ക് നോക്കിക്കേ. ഇടയ്ക്ക് തിരിഞ്ഞൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് സെക്യൂരിറ്റിയിൽ കൊടുത്തു. സെക്യൂരിറ്റി അത് വെരിഫൈ ചെയ്തു. ഇനി നമ്മൾ അക്വാ ഫെസ്റ്റിലോട്ട് അതിൻ്റെ അകത്ത് കിടക്കുവാണ്. പുറത്തുനിന്ന് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നമ്മളതിൻ്റെ അകത്തോട്ട് നടന്ന് ചെന്നു. നമ്മൾ ആദ്യം ചെല്ലുമ്പം തന്നെ കാണുന്നത് 2 വലിയ ആമക്കുട്ടന്മാരെയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ആമേനെ കാണുന്നത്. എൻ്റെ ഹസ്ബൻഡും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ കുറച്ച് നേരം അതിനെ നോക്കിയിരുന്നു. ഇത്രയും വലിയ ആമേനെ കണ്ടപ്പോൾ മോനത് ഭയങ്കര ഇഷ്ടമായിട്ട് അവൻ എന്തൊക്കെയോ കമൻറ്റ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കുറച്ച് നേരം ഞങ്ങളവിടെ ടൈം അങ്ങ് സ്പെൻഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീങ്ങുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം ആൾക്കാർ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഒരു ഫിഷ് ഏരിയയിലോട്ടാണ്. അവിടെ നമ്മുടെ കോയി ഫിഷിൻ്റെ ഒരു ചാകര തന്നെയായിരുന്നു. ചിലിക്കുട്ടിന് ഫിഷ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനത് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ആദ്യം പുറത്തു നിന്ന് കണ്ട്, പിന്നെ അവൻ അതിൻ്റെ അകത്ത് കയറി അതിനെ തൊടണമെന്നായി. പിന്നെ തൊട്ടു. പിന്നെ കുറച്ച് നേരം അതിൻ്റെ കൂട്ടത്തിൽ അവന് കളിയായി. പിന്നെ അവനതിനെ പിടിക്കണമെന്നായി. അവനങ്ങനെ അവിടെ നിന്ന് അതിനെ കളിപ്പിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ വെള്ളത്തിൽ കൈയിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തേക്ക് സെക്യൂരിറ്റി അത് കാണുന്നുണ്ടോ എന്നുള്ളൊരു ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവനതിനെ കണ്ടിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിനെ പിടിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ആൾക്ക് ചെറിയ രീതിയിൽ പേടിയുമുണ്ട്. അതിൻ്റെ ഒരു കൊത്തൊക്കെ കിട്ടാൻ നേരത്ത്. എനിക്ക് പിന്നെ കുറച്ച് ധൈര്യം കൂടുതലായതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടില്ല. പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ അപ്പം തന്നെ പേടിച്ചെൻ്റെ കൈ വലിച്ചെടുക്കുകയും ചെയ്തു. ചിലിക്കുട്ടന് ആ പേടിയൊന്നുമില്ല. അവൻ പിന്നെ അതിലോട്ട് തന്നെ കൈയിട്ടുകൊണ്ടിരിക്കുവാണ്. ഇത് നോക്കിക്ക് അവനൊരു പേടിയില്ല. അവനെ തൊടുവാണ്. ഇടയ്ക്ക് പേടിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഓപ്പണായിട്ട് ബേർഡ്സ് ഉള്ള ഒരു സ്ഥലത്തോട്ടാണേ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവൻ വീണ്ടും മീനെ കാണണമെന്നും പറഞ്ഞ് തിരിച്ച് വരുന്നുണ്ട്. പിന്നെ അവൻ തന്നെ അവിടെ വേറെ കിളികളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളങ്ങനെ അവിടെ പോവുകയാണേ. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്തൊക്കെയാണോ ഒന്ന് കാണാനുള്ളതെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അപ്പം ഞങ്ങൾ നേരെ നടന്ന് ഞങ്ങൾ അവിടെ എത്തി. അവിടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കിളികളുണ്ട്. കുറേ എണ്ണത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അവിടെ പേര് എഴുതി വെച്ചിട്ടില്ല. അത് എഴുതി വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നെന്ന് എനിക്ക് തോന്നി. ഇതിൻ്റെ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിലൊരു കോഴീനെ പോലെ ഇരിക്കുന്നൊരു കിളി അവിടെ ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് താറാവിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ നമ്മളൊരു വേഴാമ്പൽ ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. അത് അതിൻ്റെ ചിറകൊക്കെ കൊത്തി റെഡിയാക്കുവാണ്. ആൾക്കാർ കാണാൻ എന്നോടൊന്ന് സുന്ദരനാക്കാനുള്ളൊരു പരിപാടിയിലാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അതിനെയൊക്കെ കാണാനായിട്ട് ഞങ്ങളൊന്ന് അവിടെ കറങ്ങി നടന്നത്. അതിൻ്റെ പുറകിലൊരു യെല്ലോ കളറിൽ തത്തയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ അതും കണ്ടു. ഞങ്ങൾ വീണ്ടും അവിടെ എല്ലാവരും ഒന്നുകൂടിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് ചെന്നപ്പോൾ ഭയങ്കര അത്ഭുതം. നമ്മുടെ ലവ് ബേർഡ്സിനെയൊക്കെ അവർ ചുമ്മാ തുറന്ന് വിട്ടിരിക്കുവാണ്. അത് അവിടെ ഇവിടെയൊക്കെ ഓടിച്ചാടി നടക്കുവാണ്. കുറച്ച് പ്രാവുകളുണ്ട്. കുറച്ച് വെറൈറ്റീസ് ഓഫ് പ്രാവുകളുണ്ട് കേട്ടോ. പിന്നെ അവിടെ കുറച്ച് ആൾക്കാർ കൂടി നിൽപ്പുണ്ട്. എന്താണെന്നറിയത്തില്ല. അവന്മാർ പാവം പേടിച്ചിരിക്കുവാണോ എന്തോ. അങ്ങനെ അതിൻ്റെ അവിടെ കൂടി കുറച്ച് നേരമൊക്കെ കളിച്ചു. നോക്കിക്കേ എന്ത് ഭംഗി ഇതിനെയൊക്കെ കാണാനായിട്ടെന്ന്. കുറേ എണ്ണമൊക്കെ മേളിൽ കയറി ഇരിപ്പുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ താഴത്തുണ്ട്. കുറേ ആൾക്കാർ മേളിലാണ്. എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ വന്നപ്പോൾ അവന്മാർ പേടിച്ച് മേളിൽ കയറിയതാണെന്ന് തോന്നുന്നു. ഞാൻ ഒരെണ്ണത്തിനെ പിടിക്കാനായിട്ട് നോക്കി. പക്ഷേ അവന്മാർ എന്നെ വെട്ടിച്ച് ഓടിക്കളഞ്ഞു. കണ്ടോ, നല്ല ഭംഗിയുള്ള കിളികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ചിലിക്കുട്ടൻ ആ കോഴിക്കുഞ്ഞിനെ പിടിക്കാനായിട്ടൊരു ശ്രമം നടത്തി. പക്ഷേ അത് ഓടിക്കളഞ്ഞു. കളർഫുള്ളായിട്ടുള്ള കോഴിക്കുഞ്ഞിനെ കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു. അവന് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അതൊക്കെ കാണാനായിട്ട്. ഇതൊരു ആഷ് കളറിലൊരു പ്രാവായിരുന്നു. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇതെനിക്ക് തോന്നുന്നു ഒരു തത്തേനെയൊക്കെ പോലുള്ള ഏതോ ഒരു കിളിയാണെന്നാണ് തോന്നുന്നത്. കുറേ വെറൈറ്റി കിളികൾ ഇവിടെ ഉണ്ട്. നോക്കാൻ നേരത്ത് ഒരു ചേച്ചി ഒരു പാമ്പിനെയും കൈ പിടിച്ചിട്ടിരിക്കുന്നു. കൂട്ടത്തിൽ വന്ന ചേട്ടൻ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ദൈവമേ, പുറകിലൊരു ചേട്ടൻ പാമ്പിനെ കഴുത്തേലിട്ടുണ്ട് നിൽക്കുന്നു. ഇത് കടിക്കുകയോ ഇല്ലയോ
ഹസ്ബൻഡ് അപ്പോൾ ചോദിച്ചു നിനക്ക് എങ്ങനെ ചെയ്യണമെന്ന്. നമുക്ക് പിന്നെ കുറച്ച് ധൈര്യം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ അതിൽ നിന്നില്ല, നേരെ പോന്നു. അച്ഛനും മോനും കൂടി ഓന്തിനെ തൊടാനുള്ള ശ്രമത്തിലാണ്. അച്ഛൻ തൊട്ടു, മോനൊന്ന് തൊടിപ്പിക്കാൻ നോക്കിയപ്പോൾ തന്നെ ബാച്ചായി നമുക്ക് പോകാമെന്നുള്ളൊരു മൂഡിലായ ആളിന് ഇതൊക്കെ ഇത്തിരി പേടിയുള്ള കാര്യങ്ങളാണ്. അപ്പുറത്തിരുന്ന ചേച്ചീനെ വരെ അവന് ഓടിച്ചെന്ന് തോന്നുന്നു. നോക്കിയപ്പോൾ ഒരു ചേച്ചി നമ്മുടെ തത്തമ്മപ്പണ്ണിനെ എടുത്ത് കയ്യിൽ വെച്ചിട്ടിരിപ്പുണ്ട്. 2-3 കൊത്തൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു ആ ചേച്ചിക്ക്. അപ്പോൾ അടുത്ത ഏട്ടൻ വന്ന് അതിനെടുത്തു. പിന്നെ അവരതിനെ ഇങ്ങനെ കൈമാറിയൊക്കെ ഓരോരുത്തരായിട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് പിന്നെ അതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. നമ്മൾ പാവം കുഞ്ഞു കിളിയുടെ പുറകിലായിരുന്നു. അതിനുശേഷം അവിടെ ഏറ്റവും എക്സൈറ്റായിട്ട് തോന്നിയ സാധനം ഇതാണ്. ഇവിടെ അത്യാവശ്യം കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ചിലിക്കുട്ടന് പേടിയായതുകൊണ്ട് അവൻ എങ്ങോട്ടും അടുത്തില്ല. അവൻ അമ്മയുടെ പുറകിൽ തന്നെ നിൽക്കുമായിരുന്നു. അവരിങ്ങോട്ട് വന്ന് കുറേ പ്രാവശ്യം അവരുടെ കൂട്ടത്തിൽ കൊണ്ടുപോകാനായിട്ട് നോക്കി. പക്ഷേ ചിലിക്കുട്ടൻ അങ്ങോട്ട് പോയില്ല. ഈ ഒരു ഏരിയ വളരെയധികം കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അവരത്യാവശ്യം എല്ലാവരുടെ കൂടെ ഡാൻസ് ചെയ്യുന്നുണ്ട്. അവിടെ അത്യാവശ്യം നല്ല മ്യൂസിക് ഉണ്ട്. അത്യാവശ്യം ഒരു ഫോട്ടോ ഫ്രെയിം പോലെ നമുക്ക് ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവസാനം അതിലൊരാൾ ചിലുവിൻ്റെ പുറകെ വന്ന് അപ്പം തന്നെ ചിലു ഓടുന്ന് ഓടിക്കളഞ്ഞ്. ചിലുവിനെ വിളിക്കുന്നുണ്ട്, വാടാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എവിടെ ഞാൻ ഉന്ത് വിട്ടിട്ട് പോലും അവന് പോകാൻ കഴിയത്തില്ല. ഒരു കൊച്ചു ഇതുപോലെ പേടിച്ച് അച്ഛയുടെ കയ്യിൽ കയറിയപ്പോൾ അവരങ്ങോട്ട് ചെന്ന് എന്തൊക്കെയോ പറഞ്ഞ് ആളെ ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. ആളും പോയില്ല. അപ്പോൾ ഇവർക്കെല്ലാം ടാറ്റ പറഞ്ഞ് ഞങ്ങൾ അടുത്തടുത്തോട്ട് പോകുവാണേ. അടുത്ത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല, നമുക്ക് നോക്കാം. അടുത്തത് കുറേ ഫോട്ടോ സെക്ഷൻ എടുക്കാൻ പറ്റിയ ഫ്രെയിംസാണ്. എനിക്ക് ഉറപ്പായിരുന്നു ചിലിക്കുട്ടൻ നേരെ ഓടി ആ ഫിഷിൻ്റെ അടുക്കലേ പോകുള്ളെന്ന്. അവൻ ആ ഫിഷിനെ കണ്ടിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട് അതിൻ്റെ പുറകിൽ നടന്ന് അതിൻ്റെ അവിടെ നിന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. ആളിന് പിന്നെ അത് യെല്ലോ കളറായതുകൊണ്ട് ഇത്തിരി താല്പര്യക്കുറവുണ്ട്. ആളുടെ ഫേവറേറ്റ് കളർ റെഡാണ്. അപ്പോൾ അമ്മ റെഡ് കളർ എന്താ ഇല്ലാത്തതെന്നൊക്കെ ഇടയ്ക്കെന്നോട് ചോദിച്ചായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ 5-6 ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ആളത് പറിച്ചെടുക്കുന്ന ലക്ഷണമായപ്പോൾ തന്നെ പറഞ്ഞു മോനെ നമുക്ക് ഇവിടുന്ന് പോകാമെന്ന്. പിന്നെ അപ്പുറത്ത് കുറച്ച് ബട്ടർഫ്ലൈയുടെയും കുറച്ച് ഫ്ലവറിൻ്റെയൊക്കെ ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു. പക്ഷേ ആളിന് അങ്ങോട്ടൊന്നും പോകാൻ താല്പര്യമില്ല. ഫിഷിൻ്റെ അവിടെ തന്നെ നിന്ന് കളിയായിരുന്നു. ഞങ്ങളങ്ങനെ അവസാനം അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഒരു വിധത്തിലെടുത്തു. പിന്നെ ഒരു വീട് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അവിടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ അടുത്തടുത്തോട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ നടക്കുമ്പോഴായിരുന്നു. പിന്നെ കുറച്ച് ഐ തിങ്ക് ഷോപ്സോ കാര്യങ്ങളോ ഉണ്ടെന്ന് ആരാണ്ട് പറയുന്നത് കേട്ടു. അപ്പം ഞങ്ങളിവിടെയുള്ള ചേട്ടന്മാരോടൊക്കെ നൈസായിട്ടൊരു ബൈ അടിക്കാമെന്നുള്ളൊരു സീനിലാണ്. അങ്ങനെ പറയാമെന്ന് തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ അടുത്തടുത്തായിട്ട് ഓടിപ്പോവും. പിന്നെ അവൻ അവിടെ കുറച്ച് നേരം കളിക്കണമെന്നായിരുന്നു. അങ്ങനെ അവിടുത്തെ എല്ലാ കളികളും ഒക്കെ കഴിഞ്ഞ് ആൾ നൈസായിട്ട് ഒരു പൂവൊക്കെ പറിക്കാൻ നോക്കി. പക്ഷേ അത് പറഞ്ഞു പോകുന്നില്ല. അങ്ങനെ ഞങ്ങൾ നൈസായിട്ട് വള്ളത്തെ കയറിയിട്ട് ഇറങ്ങാൻ പേടിയായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ ചാടിച്ചിറക്കി ഞങ്ങൾ അവിടുന്ന് നൈസായിട്ട് വന്നപ്പോൾ ഇരിക്കുന്ന 2 ആരേനും ചേട്ടന്മാരെ അവിടെ നിന്ന് ഫോട്ടോ ഓൾറെഡി ആൾക്കാർ എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. നൈസായിട്ട് അടുത്തടുത്ത് വന്നു. ഞങ്ങൾ നേരെ അടുത്തത് പോയത് കുട്ടികളുടെ പ്ലേ സ്പേസിലോട്ടാണ്. അവിടെ കുറേ അധികം കാര്യങ്ങളുണ്ട്. ചിലിക്കൂട്ടിട്ട് പിന്നെ ഇതിനോടൊന്നും താല്പര്യമില്ല, അവന് ആകെ ട്രെയിൻ മാത്രം മതി. അങ്ങനെ ഞങ്ങളൊരു ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോയി ക്യൂ നിന്നു. പിന്നെ ട്രെയിൻ ടിക്കറ്റ് എടുത്തു. അച്ചായ്ക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനും ചിലപ്പോൾ നേരെ ട്രെയിനിൽ കയറി. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ ഗൈസ്, ടാറ്റാ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് മീ.